ഹലോ, നമുക്കൊരു വാട്ടർ ഹീറ്റിൻ്റെ കണ്ടാലോ? അങ്ങനെ സംഭവബഹുലമായിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിലപ്പോൾ നമ്മുടെ നക്ഷമോൻ്റെ കരച്ചിലും. ഇതാണ് രാവിലത്തെ പതിവ്. ഈ വെള്ളം കൂടി ഒന്നും ഇല്ലാത്തതാണ്. പിന്നെ ഞാൻ രാവിലെ അത്ര നേരത്തെ എണീക്കുന്ന ആളൊന്നുമല്ല. ഇപ്പം എൻ്റെ അമ്മ ഒന്നും ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അമ്മയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വിടണം. അപ്പോൾ അതിനായിട്ട് പൊതിച്ചോറൊക്കെ സെറ്റാക്കണം. അപ്പോൾ അതിനുവേണ്ടി നേരത്തെയും കാലത്ത് എണീറ്റിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ പുട്ടും ചിക്കൻ കറിയായിരുന്നു നമുക്ക്. അങ്ങനെ അതൊക്കെ കഴിച്ച് തുടങ്ങി പകുതി ആയപ്പോഴാണ് വീഡിയോയുടെ കാര്യം ഓർമ്മ വന്നപ്പോൾ ഒരു കഷ്ണം പുട്ടും ചായയും കൂടിയിട്ട് കഴിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ പണിക്കൊക്കെ നിന്നിട്ടോ. അപ്പം ഉച്ചയായപ്പോൾ നമ്മുടെ പണിയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൊതിച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പൊതി കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ പൊതിയിൽ നമ്മൾ ഈ ഒരു പൊതി 3 ആൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചാണ് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് 3 പേർക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് കിട്ടുന്നതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ 2 ഉണ്ട ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ചമ്മന്തിയാണല്ലോ നമ്മുടെ പൊതിച്ചോറിലെ മെയിൻ ഐറ്റം. പിന്നെ നമുക്ക് കുറച്ച് അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അച്ചാർ എടുക്കാൻ സത്യം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓടിപ്പോയി അച്ചാറൊക്കെ എടുത്തോടുന്ന് അതിൽ വെച്ച് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പൊതിച്ചോറ് കെട്ടുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പൊതിച്ചോറായതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കെട്ടേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ ആ ഇലയൊക്കെ അങ്ങ് പൊതിഞ്ഞെടുത്തു. പക്ഷേ പേപ്പർ കൊണ്ട് കെട്ടാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ട് അത് സെറ്റാക്കി തന്നു. ഈ പൊതിച്ചോറ് കെട്ടുമ്പോൾ ഞങ്ങൾക്ക് പൊതിച്ചോറ് കഴിക്കാനൊരു കൊതി. അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു പൊതി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേർക്കും കൂടിയിട്ട് ഒരൊറ്റ പൊതിയാണ് കെട്ടി വെച്ചിരുന്നത്. ഈ പൊതിച്ചോറൊക്കെ കെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊടുത്തയച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബാക്കി പരിപാടിക്കൊക്കെ നിന്നു. പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൊതിച്ചോറ് അത്യാവശ്യം ടൈം ഇരുന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും നക്ഷമോനും 5 കൂടി ഒരൊറ്റ പൊതിച്ചോറിൽ നിന്നാണ് കഴിച്ചത്. നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ഒപ്പം. പക്ഷേ ഞാൻ ഇത്രയും നാൾക്ക് ശേഷമാണ് എൻ്റെ ഉച്ചത്തെ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ പൊതിച്ചോറിലെ എല്ലാ ഐറ്റംസും കൂടി കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ. എൻ്റെ നക്ഷമോൻ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് അവനും ഇഷ്ടമായി തോന്നുന്നു. അങ്ങനെ നമ്മുടെ പൊതിച്ചോറൊക്കെ നമ്മൾ ഫുള്ള് കാലിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ അച്ഛൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. അച്ഛനൊരു ബൊട്ടീക്കാണ്. നമ്മുടെ ചങ്ങരംകുളത്ത് എടപ്പാൾ റോഡിനാണ് ഈ ബൊട്ടീക്ക് ഉള്ളത്. നമ്മളിവിടെ എല്ലാ കസ്റ്റമൈസേഷനും ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ മോഡലും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേഡീസിൻ്റെ ഐറ്റംസാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്, ജെൻസിൻ്റെയും ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ നമ്പർ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്കെല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവിടുന്ന് പോകുന്ന വഴിക്ക് ഒരു പാൽ സർബത്ത് ഒഴിച്ചു. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോ ഇടാം. പിന്നെ അവിടെ നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിട്ട് പോയത്. എൻ്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീട്ടിലാണ്. എനിക്കപ്പോൾ ഒരു നാളെ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ പോയപ്പോൾ ഞങ്ങളെ കണ്ടവിടെ അമ്മ നമുക്ക് ചായയും ചക്ക ചിപ്സൊക്കെ തന്നു. അതിൻ്റെ ഇപ്പോൾ വേറെയും കുറേ ഐറ്റംസ് കൊടുന്ന് വെച്ചു. ചക്ക ചിപ്സ് കണ്ടപ്പോൾ ഞങ്ങൾ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചക്ക ചിപ്സും ചായയൊക്കെ കൂടി കുടിച്ചിട്ട് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നക്ഷമോന് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ പോയത്. വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ രാവിലത്തെ പുട്ടും ചിക്കൻ കറിയും ആയിട്ടാണ് കഴിച്ചത്. എനിക്ക് ഈ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ രാവിലത്തെ കടി കഴിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം ചോറിനേക്കാളൊക്കെ. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടമുണ്ടോ? അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു. ഏകദേശം ഇതൊക്കെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും കഴിക്കാറ്. പക്ഷേ ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നേ